കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സീരിയൽ സിനിമാ താരം ശ്രീലയ ജീവ. മൂന്നുമണി സീരിയലിലെ കുട്ടിമണി എന്ന് പറഞ്ഞാലാകും സീരിയൽ പ്രേക്ഷകർക്ക് ശ്രീലയെ കൂടുതൽ പെട്ടെന്ന് പിടികിട്ടുക. അമ്മയുടെ സിനിമാ പാരമ്പര്യമാണ് ശ്രീലയെയും ശ്രുതിലക്ഷ്മിയെയും അഭിനയത്തിലേക്ക് എത്തിച്ചത്. അഭിനയത്തിൽ സജീവമായിരുന്ന ശ്രീലയ വിവാഹശേഷമാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്നത്. 2021 നടിയുടെ വിവാഹം. ബഹ്റൈനിൽ സെറ്റിൽഡായ റോബിനാണ് നടിയുടെ പങ്കാളി. ഇരുവർക്കും ഇപ്പോൾ മിൻസാര എന്നൊരു മകളുമുണ്ട്. കുവൈത്തിൽ എഞ്ചിനീയറായ നിവിൻ ചാക്കോയെയാണ് ശ്രീലയ ആദ്യം വിവാഹം ചെയ്തത്. 2017 ഇത്. പിന്നീട് ഇവർ വേർപിരിഞ്ഞു. ശേഷമാണ് റോബിൻ താരത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നോക്കിയതല്ല, എന്തോ എനിക്കില്ല, താല്പര്യമില്ല. കാരണം എനിക്ക് എന്റെ ഫോൺ പോലും നോക്കുന്ന വലിയ ഇഷ്ടമില്ലാത്ത കാര്യം, അതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ അങ്ങനെ അബദ്ധവശാ നോക്കിയത് കൊണ്ട് വെള്ളം കുടിക്കേണ്ട വന്നു. അതെ അതെ. എന്തായാലും ചക്കം കിട്ടി. നമുക്ക് പക്കത്തിലോട്ട് പോയാലോ? ഓ, ശ്രുതി ചേച്ചിനെ ഒന്ന് ഫോണിൽ വിളിക്കണം. ഇപ്പഴാ? ഇപ്പൊ തന്നെ. ഇപ്പൊ വിളിച്ചിട്ട് പറയണം, ചേച്ചി പണ്ട് എന്തെങ്കിലും ചെറുപ്പത്തിൽ എന്തെങ്കിലും കുസൃതി എന്തെങ്കിലും ഒരു കാര്യത്തിന് ശ്രുതി ചേച്ചി ഇറങ്ങിയിട്ടുണ്ടാവൂല, അത് പരസ്യമാക്കിയിട്ട് ഒരു സോറി പറയണം. നമുക്ക് എല്ലാവർക്കും അറിയണം എന്താണ് ആ കാര്യം. എന്റെ ദൈവം, അവളായിരുന്നു ഭയങ്കര വികൃതിയും കുസൃതിക്കാരിയും. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഞാനൊരു വെറും ഒരു കടിഞ്ഞൂൽ പൊട്ടിയായിരുന്നു. സത്യടാ, സത്യ. ഞാൻ അവള് ചെയ്ത കാര്യങ്ങൾ കൂടെ തല്ലു വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അവളാണ് ഭയങ്കര, അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ രണ്ടാമത്തെ കുട്ടികൾ വരുമ്പോ എപ്പോഴും ആദ്യത്തെ അങ്ങോട്ട് ഭയങ്കര ഡൗൺ ആയി പോകും. പക്ഷെ നമ്മളങ്ങ് വിട്ടുവീഴ്ച മനോഭാവം, നമ്മളെ ക്ഷമാശീലമൊക്കെ അങ്ങോട്ട് താനെ അങ്ങോട്ട് നമ്മൾ എന്താ ആവാഹിക്കും അങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ വില്ലെത്തി, അവളെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നിട്ട് എല്ലാം എന്റെ തലയിൽ വെച്ച് തരുമായിരുന്നു. ചേച്ചി കള്ളത്തരൊന്നും ചെയ്യില്ല നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും നമുക്ക് ശ്രുതി ചേച്ചിനെ വിളിക്കണം. വിളിച്ചിട്ട് ചേച്ചി എന്താ പറയണ്ടേന്ന് വെച്ചാ, പണ്ട് എനിക്ക് ക്രഷ് ഉണ്ടായിരുന്ന ചെക്കൻ നിനക്ക് പണ്ടൊരു ലവ് ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ ലവ് ലെറ്റർ എടുത്ത് കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലവ് ലെറ്റർ നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ നീ ആരായേനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചേച്ചി സെറ്റ് ആക്കിക്കോ. ഓക്കേ, ഈ പ്രോഗ്രാമോട് കൂടി സൂപ്പർ ആവും. എന്തൊരു സ്നേഹം. ഞാൻ ഫോൺ തരട്ടെ? ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാമ്പിക്കോ. എന്റെ അമ്മേ, ഇതാണ് ഒരു പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിക്കണം, ഇതൊക്കെ പറയണം. ഓക്കെ, നോക്കട്ടെ എന്താവും അവസ്ഥ. നിങ്ങൾ ഫോൺ എടുത്തെങ്കിൽ വലിയ കാര്യം. ഞാനാന്ന് പറഞ്ഞ അവള്, ഞാൻ എന്തെങ്കിലും കാര്യം റെഡി അത് മേടിച്ചിട്ടോ, അവൾ പുറത്തിറങ്ങി ഇത് മേടിച്ചിട്ടോ, അല്ലെങ്കിൽ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾ എന്റെ ഫോൺ എടുക്കുമോ എന്ന് പോലും അറിയില്ല. അതെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ല എടുക്കാൻ സാധ്യതയില്ല. ലുലുലെത്തിയോ? എന്റെ കഴിഞ്ഞു, ഇനി ചെറിയൊരു ഇതും കൂടി ഉള്ളൂ. ലുലുലോട്ടോ? പിന്നെ നമ്മള് നമ്മുടെ ഈ എന്താ പറയാ ബച്ചുപ്പൻ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ ചോദിച്ചേ. അപ്പോ പിന്നെ അതില് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനാണെങ്കില് എഗ് പപ്സ് ഒക്കെ അവിടെ നിക്കട്ടെ. അതായത് നിന്റെ ഒരു ലവ് ലെറ്റർ ഞാൻ കീറിക്കളഞ്ഞായിരുന്നു. അല്ല, സത്യം. അനാവശ്യമല്ല, എനിക്കങ്ങ് സത്യം അനാവശ്യമല്ല. പണ്ട് ഒരു പുള്ളി തന്ന പേര് ഞാൻ പറയുന്നില്ല. ആ പുള്ളി ഓടി കാര്യം പറയുമ്പോ ശങ്ക തുറന്ന് കാണിക്കുമ്പോ ചെമ്പരത്തിപ്പൂ എന്ന് പറയരുത് കേട്ടോ, പറഞ്ഞേക്കാം. അല്ലല്ല, റെക്കോർഡ് ചെയ്യൊന്നും അല്ല, കാര്യമായിട്ടാ. അപ്പം ആ ലെറ്റർ ശരിക്കും നിനക്കുള്ളായിരുന്നു. അപ്പൊ അത് ഞാൻ കീറിക്കളഞ്ഞു. നേഴ്സറിയിലോ?
ഈ ലവ് ലെറ്റർ ഏത് പ്രായത്തിലാണ് കിട്ടുന്നത്? നഴ്സറി പഠിക്കുമ്പോ കിട്ടാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ലവ് ആർക്ക് ആരോട് വേണമെങ്കിലും ലവ് തോന്നാലോ. എന്തായാലും ഞാൻ കീറി കളഞ്ഞു, അത്ര തന്നെ. നിനക്കതിൽ വിഷമമൊന്നുമില്ല? അല്ല പിന്നെ ഒരു വിഷമവും ഇല്ല. ഇല്ല. അപ്പൊ ഇനി കിട്ടിയാലും ഞാൻ കീറി കളയും. എന്റെ കൊച്ചിയുടെ കിടന്ന് കാറിക്കൊള്ളുന്നുണ്ട്, അതിനെന്തെങ്കിലും വന്ന് ചെയ്യും. നീ എന്റെ വിഷമം തീർക്കാതെ. എന്നാ പിന്നെ അല്ല ഞാൻ കഴിഞ്ഞു. അപ്പുന്റെ ഐഡിയ ആയിരുന്നോ? അമ്മേ വേറെന്താ വരാൻ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ ആങ്കർ മെഹറിന്റെ കൊടുക്കാം. അന്നേരം പറഞ്ഞില്ലേ. ഹായ് ചേച്ചി. ഹലോ. പ്രാങ്ക് ആയിരുന്നു, മനസ്സിലായില്ലേ? അപ്പുചേട്ടന് ഓരോ കുസൃതികളെ. അയ്യോ, ഇതിലുമ്പോ തന്നെ കൊല്ലുന്നായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞതാ വേണ്ട വേണ്ട. അല്ല ചേച്ചി, ചേച്ചി എന്താ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാത്തെ? പിണക്കാണോ നമ്മളെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട്? അയ്യോ, ഞങ്ങൾക്ക് എന്താ പിണക്കിപ്പോ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. വരണേ. അത് ചേച്ചീനെ നമുക്ക് ഏറി കയറ്റാനുള്ളതാ. ജീവിക്കാണ്. ശ്രീലങ്ക പോയിട്ട് വന്നിട്ട് വന്നാ മതി. ഓക്കെ ചേച്ചി, ശരി. ഓക്കെ ചേച്ചി, ശരി. അങ്ങനെ പവനായി ശവമായി. ഇത് ഏത് ചക്കിന്റെ കൂടെ കൂട്ടുവോ പക്കിന്റെ കൂടെ കൂട്ടുവോ? ഇത് പക്കമായിരുന്നു. പക്വമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവള് വേറെ ലെവലാണ്. നമ്മൾ വിചാരിച്ചല്ല സാധനം മുതല്. ചേച്ചി, നമ്മുടെ ചക്കം അടുത്തത്. സ്വന്തം ഫോട്ടോ ആദ്യമായി പത്രത്തിൽ വന്ന ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. എന്താ? ഇല്ല, എനിക്ക് പെട്ടെന്ന് ചോദിച്ച സമയത്ത് ഏത് പ്രൊജക്ടിന്റെ ആയിരുന്നു? കൊറേ വരുന്നോണ്ട് ഏതാന്ന് കറക്റ്റ് ഓർമ്മ. കാരണം ഭാഗ്യദേവത സീരിയലും മഴവിൽ മനോരമയിലും നല്ല അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു അതിന്റെ. കുറെ അതൊക്കെ എന്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പോ, എന്റെ അമ്മയുടെ അമ്മ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബുക്ക് എടുത്ത് അതിലെല്ലാം ഒട്ടിച്ച്. ഈ അടുത്ത് എപ്പോഴോ ഞാൻ ഇങ്ങനെ എന്തോ സാധനം തപ്പിയ സമയത്ത് കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അമ്മമ്മ മരിച്ചുപോയി. അമ്മച്ചി അമ്മ ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നു. അമ്മ മരിച്ചുപോയി. അപ്പൊ ആ ഒരു ഇതിന്റെ ഒരു ഇതും പിന്നെ ഇതൊക്കെ കണ്ട എത്ര വർഷം ശേഷം. അപ്പോഴാണോ വരുന്നേ? 10ാം ക്ലാസ്സിൽ എന്തോ ഫുൾ A+ കിട്ടിയിട്ട് പത്രത്തിൽ വന്നു എന്നൊക്കെ ഞാൻ കേട്ടല്ലോ. കേട്ടുണ്ടാവും. വേദനിക്കുന്ന പഠിപ്പിയാണല്ലോ. അതെ 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 അതെ, വേദനിക്കുന്ന കൊടീശ്വരൻ, വേദനിക്കുന്ന ബുദ്ധിസ്റ്റ്, വേദനിക്കുന്ന ബുദ്ധിജീവി. അല്ല, എനിക്ക് അത് ഓർക്കുന്നില്ലടാ സത്യം പറഞ്ഞ. എപ്പോഴാന്നോ ഫസ്റ്റ് വന്നത് ഓർമ്മയില്ല. ഫസ്റ്റ് വന്ന് ഓർക്കുന്നില്ല. അത് ഭയങ്കര അതെ, ഇങ്ങനെ സ്ഥിരം വരുന്നോണ്ട്. നമ്മുടെ ചക്കമായി ഇനി ഒരു പക്കം വേണ്ടേ? വേണോ? അയ്യോ, സിമ്പിൾ സാധന. ഒരു ആക്ടിംഗ് സെഗ്മെന്റ് ചേച്ചിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി സിമ്പിൾ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ചേച്ചിയുടെ പേരിൽ ആവശ്യമില്ലാത്ത ഒരു വിവാദങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അപ്പൊ ചേച്ചി അതിന് റിയാക്ട് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യണം. ഞാനാണ് ആ വിവാദം പറയണ ആളെന്ന് വെച്ചു. ഞാനിങ്ങനെ ചേച്ചിനെ പറ്റി ഇങ്ങനെ ആവശ്യമില്ലാണ്ട് അവിടെ ഇവിടെ ഒക്കെ കുറെ വിവാദങ്ങൾ പറഞ്ഞുകൊടുക്കാം. ചേച്ചി എന്നെ കൈയോടെ പിടിച്ചു. ചേച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാൻ അങ്ങനെ തല്ലി. അത് അടിപൊളിയല്ലേ? എനിക്ക് എങ്ങോട്ടാ ഈ ഒരു ഷോ ചെയ്യാൻ വന്ന എത്ര വയസ്സുണ്ട്? 22. കുറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഒരു ചാനലിനോട് സംസാരിക്കവേ ശ്രീലയ തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചു. അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന്റെ കാരണം ശ്രീലയ തുറന്നു പറഞ്ഞിരുന്നു. തന്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കുമെന്ന് തോന്നുമ്പോൾ 3 മണി സീരിയലിലെ കുട്ടിമണിയുടെ ഡയലോഗുകൾ മോള് പറയും. മകൾ 4.5 വയസ്സായി, ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഓണത്തിന് താൻ നാട്ടിലെത്തുമെന്നും ശ്രീലയ പറയുന്നു. താൻ 10ഓളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, 3ഓളം സിനിമകളും ചെയ്തിട്ടുണ്ട്. ഏകദേശം കണക്കാണിത്. എന്നിരുന്നാലും ഇപ്പോഴും കുട്ടിമണി എന്ന് പറഞ്ഞാണ് ആളുകൾ സംസാരിക്കാൻ വരുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും. താൻ കുടുംബസമേതം ബഹ്റൈനിലായതുകൊണ്ടാണ് നാട്ടിലെ പൊതുപരിപാടികളിലൊന്നും തന്നെ കാണാൻ കഴിയാത്തത്. വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ വന്നു.
ജൂലൈയും ഓഗസ്റ്റും അവിടെ സമ്മർ വെക്കേഷനാണ്. നിലവിൽ താൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തതാണ്. ഭാവിയിൽ ചെയ്തേക്കാം. വിവാഹം കഴിഞ്ഞ് വൈകാതെ കുഞ്ഞു പിറന്നു. അതിനാലാണ് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള സീരിയലായിരുന്നു 3 മണി. ഭാഗ്യദേവത, തേനും വയമ്പും 3 മണിയൊക്കെ ലയ ചെയ്തതിൽ ഹിറ്റായ സീരിയലാണ്. അതുപോലെ സലിമേട്ടൻ സംവിധാനം ചെയ്ത കമ്പാർട്ട്മെന്റ് എന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ നടൻ അബീക്കയായിരുന്നു ലയയുടെ ജോഡിയായി ആ സിനിമയിൽ അഭിനയിച്ചത്. ശ്രീലയെ കാണാൻ കിട്ടാത്തത് ബഹ്റൈനിലായതുകൊണ്ടാണ്. ലയ അഭിനയിക്കുന്നത് കൊണ്ട് അവളുടെ ഭർത്താവിന് യാതൊരുവിധ പ്രശ്നവുമില്ലെന്ന് അനിയത്തി ശ്രുതിലക്ഷ്മി പറയുന്നു. അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണെങ്കിലും തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. ആദ്യം സീരിയലുകൾ ചെയ്തു. അത് കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോയി. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും വന്നു. അതിനുശേഷമാണ് സിനിമ ചെയ്തത്. പിന്നെ സീരിയലുകളായിരുന്നു കൂടുതലായി ചെയ്തത്. കൃഷ്ണകൃപാസാഗരമായിരുന്നു ആദ്യ സീരിയൽ. അതിനുശേഷം കുരുക്ഷേത്രയിലാണ് അഭിനയിച്ചത്. അന്ധയായ ക്യാരക്ടറായിരുന്നു അതിലേത്. കുട്ടിയും കോലുമാണ് താൻ ചെയ്ത ആദ്യ സിനിമ. പക്രു ചേട്ടനായിരുന്നു അതിന്റെ സംവിധായകൻ.